ഹായ് ഓൾ വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങളിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു സ്റ്റഡി പ്ലാൻ വേണം, ഇനിയിപ്പം എക്സാം വന്നു കഴിഞ്ഞാൽ എത്രയല്ലേ ദിവസങ്ങളുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വേണമെന്നുള്ള രീതിയിൽ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഒരു 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്നുള്ള രീതിയിൽ സെറ്റ് ആക്കിയേക്കുന്നത്. അപ്പം എക്സാം അതിന് മുന്നേ വരുമോ എന്നുള്ള രീതിയിലായതുകൊണ്ട് നമ്മൾ തന്നെ 50+10 എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ സെറ്റ് ആക്കി വെച്ചേക്കുന്നത്. ഓക്കെ, 50+10 എന്നുള്ള രീതിയിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മളിപ്പോ ഓരോ വീക്കിലും ഓരോ ദിവസത്തെയും ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതാ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യണം. അതേപോലെ ഡെയിലി റിവിഷൻ വേണം, വീക്ക്ലി റിവിഷൻ വേണം. പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോഴും മുന്നത്തെ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യണം. അത് നമ്മളിതിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് റിവിഷൻ നടത്തണം. അതുകൂടാണ്ട് എക്സാംസും അറ്റൻഡ് ചെയ്യണം. ടോപ്പിക് വൈസ് എക്സാംസ് അല്ലെങ്കിൽ സബ്ജക്ട് വൈസ് എക്സാംസ് അല്ലെങ്കിൽ മിക്സഡ് സബ്ജക്ട് വൈസ് എക്സാംസ്. പിന്നെ എന്ത് ചെയ്യാം, നമ്മളൊരു 4-5 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് മോക്ക് എക്സാംസും അറ്റൻഡ് ചെയ്യണം. അതുകൂടാണ്ട് ഇതിലിപ്പോ നമ്മളിപ്പോ പറഞ്ഞേക്കുന്നത് ടെക്നിക്കൽ മാത്രമാണ്. നിങ്ങൾക്കറിയാം CBT 2 ടെക്നിക്കൽ അല്ലാതെ നോൺ ടെക്നിക്കലും ഉണ്ട്. നോൺ ടെക്നിക്കലിൽ വരുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ എന്താ പറയുക ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ആഡ് ആക്കിയില്ല. ഇത് പ്യൂർലി എന്താ ടെക്നിക്കലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോൺ ടെക്നിക്കലും നിങ്ങൾ നോൺ ടെക്നിക്കൽ നിങ്ങൾ CBT ഓൾറെഡി പഠിച്ചതാണ്. പഠിക്കാത്തതായിട്ട് ആ ഒരു പൊല്യൂഷന്റെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്, അല്ലെ? എൻവയോൺമെന്റൽ കാര്യങ്ങൾ അതെന്ത് ചെയ്യാം, നിങ്ങൾ എക്സ്ട്രാ പഠിക്കണം. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഈ ഒരു ഡീറ്റെയിൽഡ് സിലബസ് അനാലിസിസ് നമ്മൾ ആഡ് ആക്കിയിട്ടില്ല. സോറി, ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ നമ്മൾ ആഡ് ആക്കിയിട്ടില്ല. ഇത് പ്യുവർലി എന്ത് ചെയ്യുക, ടെക്നിക്കൽ മാത്രമാണ്. അത് കൂടാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഈ ഒരു വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ സബ്ജക്ട് വൈസ് വെയിറ്റേജ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം 2019 അനാലിസിസ് വെച്ചിട്ട് സബ്ജക്ട് വൈസ് വെയിറ്റേജ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പറ്റുവാണെന്നുണ്ടെങ്കിൽ അതും കൂടി കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നും കൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടി പറ്റും. അതിൽ എത്ര ഓരോ പിന്നെ മൊഡ്യൂളിൽ അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിന് എത്ര മാർക്കുകളാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കൂടി കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് നമ്മുടെ കണ്ടന്റിലോട്ട് വരാം. അപ്പൊ ഇതിൽ ഫസ്റ്റ് വീക്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കറിയാം ടോട്ടൽ 11 മൊഡ്യൂൾ ആയിട്ടാണ് ഉള്ളത്, 11 സബ്ജക്റ്റ് ആണ് ഉള്ളത്. ആ 11 സബ്ജക്റ്റിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു 8 മൊഡ്യൂൾ എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അതായത് ബേസിക് കോൺസെപ്റ്റ്, സർക്യൂട്ട് ലോ, മാഗ്നറ്റിക് സർക്യൂട്ട്സ്, AC ഫണ്ടമെന്റൽസ്, ഇതെല്ലാം കൂടി കൂടിയിട്ട് നമുക്ക് സർക്യൂട്ട് തിയറി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അവിടെ മാറ്റാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എനിവേ നമുക്ക് നോക്കാം. ഡേ 1 to ഡേ 2 രീതിയിൽ നമുക്ക് എന്തൊക്കെ പഠിക്കണം. അതിൽ നമ്മൾ സ്റ്റഡി ബേസിക് കൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺസെപ്റ്റ് ഓഫ് റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ്, അതേപോലെ വേരിയസ് ഫാക്ടേഴ്സ് എഫക്ടിങ് ദി റെസിസ്റ്റൻസ്, അല്ലെ? അപ്പോൾ അതേപോലെ കറണ്ട് എന്താണ്, വോൾട്ടേജ് എന്താണ്, പവർ എന്താണെന്നും, അതേപോലെ അതുമായി റിലേറ്റ് ചെയ്ത ബേസിക് പ്രോബ്ലംസ് ഉണ്ടാവില്ലേ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. റെസിസ്റ്ററിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻ ഒക്കെ, അതിന്റെ നമ്മൾ റെസിസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സീരീസ് ആണോ നോക്കും, പാരലൽ ആണോ നോക്കും, സീരീസ് പാരലൽ കോമ്പിനേഷൻ ആണോ നോക്കും, അല്ലെ? അല്ലെങ്കിൽ സ്റ്റാർ ഡെൽറ്റ കൺവെൻഷൻ ആണോ നോക്കും, അതല്ലെങ്കിൽ ബ്രിഡ്ജ് കൺസെപ്റ്റ് ആണോ അപ്ലൈ ചെയ്തേക്കുന്നത് നോക്കും. അതും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ ഇൻഫിനിറ്റ് ലാഡറിലേക്ക് വരും. അതല്ലെങ്കിൽ നമ്മൾ ക്യൂബ് ടൈപ്പ് റെസിസ്റ്റർ ഉണ്ടല്ലേ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് അതിന്റെയൊക്കെ ആണ് നമ്മൾ 1-2 ദിവസം നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ ഡേ 3 ആൻഡ് ഡേ 4 നമ്മൾ നേരെ എന്താ സർക്യൂട്ട് ലോസിലേക്ക് പോയി. അതായത് ലേൺ സർക്യൂട്ട് ലോ, അതായത് കിർച്ചോഫ് ലോ, KCL, KVL, അതായത് കൺസെപ്റ്റ് ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് എനർജി, KCL ആണോ KVL ആണോ. അതേപോലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ വോൾട്ടേജ് കറണ്ട് ഒക്കെ വെച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ്, സിമ്പിൾ സർക്യൂട്ട് സൊല്യൂഷൻസ്, അതേപോലെ നെറ്റ്വർക്ക് തിയറംസ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള തെവൻസ് തിയറം, നോട്ടൺസ് തിയറം, മാക്സിമം പവർ ട്രാൻസ് അതൊക്കെ എന്താ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതിന്റെ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുക. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താ, അതവിടെ പ്രാക്ടീസ് ചെയ്യുക. അതാണ് നമ്മൾ ഡേ 3, ഡേ 4 നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നതന്നെ. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഏതാ, നമ്മൾ ഈ ഒരു 4 സബ്ജക്റ്റിനാണ്. ബേസിക് കൺസെപ്റ്റ്, സർക്യൂട്ടിലോ, ബാങ്ക് സർക്യൂട്ട്സ്, AC ഫണ്ടമെന്റൽസ്, അതിനാണ് കൂടുതൽ മാർക്കുകൾ ഉള്ളത്, അല്ലെ? പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഡേ 5 ആൻഡ് ഡേ 6 കവർ മാഗ്നറ്റിക് സർക്യൂട്ട്സ് നമ്മൾ പറയുകയാണെങ്കിൽ കൺസെപ്റ്റ് ഓഫ് ഫ്ലക്സ്, അതേപോലെ കൺസെപ്റ്റ് ഓഫ് MMF, അതേപോലെ റിലക്റ്റൻസ്, അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്, അതൊക്കെയാണ് നമ്മൾ ഡേ 5 ആൻഡ് 6 നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഡേ 7 ഫോക്കസ് ഓൺ മാഗ്നറ്റിക് കാൽക്കുലേഷൻസ് ഫോർ വേരിയസ് കോൺഫിഗറേഷൻ. അതായത് നമ്മളെ കണ്ടക്ടേഴ്സിന്റെ ഡിഫറെന്റ് കോൺഫിഗറേഷൻ, അതായത് സ്ട്രെയിറ്റ് ആണോ, സർക്കുലർ ആണോ, സോളിനോയിഡൽ ആണോ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള എന്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഡേ 7 ഒറ്റ ദിവസമായിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡേ 8 ആൻഡ് 9 നമ്മൾ AC ഫണ്ടമെന്റൽസ് ആണ് ഉദ്ദേശിക്കുന്നത്.
അതിലെപ്പോഴും ചോദിക്കുന്നതാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, RMS വാല്യൂ, പീക്ക് വാല്യൂ, ആവറേജ് വാല്യൂ, അതേപോലെ നമ്മൾ സിനുസോയ്ഡൽ വേവ് ഫോമിന്റെ റെപ്രസെന്റേഷൻ, അതേപോലെ RLC, റെസൊണൻസ്, അതൊക്കെയാണ് നമ്മളതിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ഡേ 8 9 എന്താ, നമ്മൾ ജസ്റ്റ് വേവ് ഫോംസ് വരെ മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഡേ 10ന്റെ ലെവലിൽ നമ്മൾ എന്ത് ചെയ്തു, അനലൈസ് സീരീസ് ഓഫ് പാരലൽ AC സർക്യൂട്ട്സ് വിത്ത് RLC, പിന്നെ അതുപോലെ സ്റ്റഡി റെസൊണൻസ് ആൻഡ് ടാങ്ക് സർക്യൂട്ട്. അതാണ് നമ്മൾ ഡേ 10 ലെവൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഡേ 9 എന്ത് ചെയ്യാം, ഈ ഒരു വീക്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മൊത്തം എന്ത് ചെയ്യാം, നിങ്ങൾ അവിടെ സ്വാഭാവികമായിട്ട് അവിടെ റിവൈസ് ചെയ്തേ മതിയാവുള്ളൂ. ഇനി അടുത്ത ഡേ 12 ആൻഡ് ഡേ 13 നമ്മൾ ലേൺ അബൌട്ട് ദ പോളിഫേസ് സിസ്റ്റംസ്, സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ അല്ലെങ്കിൽ ത്രീ ഫേസ് പവറും കാര്യമൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത് ഡേ 12 ആൻഡ് 13 നമ്മൾ പറയുന്നത്. ഓക്കെ. പിന്നെ ഡേ 14 സ്റ്റഡി DC ആൻഡ് സിനുസോയ്ഡൽ റെസ്പോൺസ് ഓഫ് RC സർക്യൂട്ട്സ്. അതേപോലെ നമ്മൾ ഡേ 14 നമ്മൾ അവിടെ AC ഫണ്ടമെന്റൽസ് നമ്മൾ അവിടെ കംപ്ലീറ്റ് ആക്കുവാണ്. AC ഫണ്ടമെന്റൽസ് ഡേ 14 രണ്ടാമത്തെ ആഴ്ചയോട് നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പോകണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, മെഷർമെന്റ്സിലേക്ക് വന്നു, അല്ലെങ്കിൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിലേക്ക് വന്നു അല്ലെ. അപ്പൊ അത് നമ്മൾ ഏറ്റവും എന്താ പറയുക, മെഷർമെന്റ് ഓഫ് പവർ ആണ്. അതായത് സിംഗിൾ ഫേസ് ഉണ്ട്, ത്രീ ഫേസ് ഉണ്ട്, അതേപോലെ 2 വാട്ട് മീറ്റർ മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ 2 വാട്ട് മീറ്റർ മെത്തേഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത് ഡേ 15 ഡേ 16 നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് മെഷർമെന്റ് ഓഫ് ഫേസ് ആംഗിൾ, ഫ്രീക്വൻസി, പവർ, എനർജി കാര്യങ്ങളൊക്കെയാണ് ഡേ 15 ഡേ 16 ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ, നമ്മൾ സ്റ്റഡി ചെയ്ത മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഡേ 17, അതായത് അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, വാട്ട്മീറ്റർ, മൾട്ടിമീറ്ററും കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡേ 17 ആഡ് ചെയ്തേക്കുന്നത്. പിന്നെന്താ, ഡേ 18 നമ്മൾ CRO, സിഗ്നൽ ജനറേറ്റർ, CT, PT കാര്യങ്ങളൊക്കെയാണ്, അതുപോലെ എർത്ത് ഫോൾട്ട് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതേപോലെ ബ്രിഡ്ജസും കാര്യങ്ങളും എന്താ നമ്മൾ ഡേ 17 തന്നെയാണ് ആഡ് ആക്കുന്നുണ്ട്. അവ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് AC ബ്രിഡ്ജസ് കാര്യങ്ങളൊക്കെ എന്താ നമ്മൾ അതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ എന്താ ഡേ 19 തൊട്ട് നമ്മൾ എന്താ DC മെഷീൻസിലേക്കാണ് നമ്മളവിടെ വന്നേക്കുന്നത്. DC മെഷീൻസിലേക്ക് പറയുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ പ്രിൻസിപ്പിള്, സ്പീഡ് കൺട്രോൾ, അതുപോലെ ബ്രേക്കിംഗ്, എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ എന്താ, അതുപോലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടേംസ് കാര്യങ്ങൾ, ഇക്വേഷൻസ്, EMF ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ എന്താ ഡേ 19 ടു ഡേ 21 എന്നുള്ള ഒരു കാലയളവിൽ നിങ്ങൾ പഠിക്കണം. അതെങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ പഠിക്കാൻ വേണ്ടി പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അതായത് കൺസ്ട്രക്ഷൻ ബേസിക് പ്രിൻസിപ്പിള്, അതേപോലെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ സ്പീഡ് കൺട്രോള്, സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ്, അതുപോലെ ലോസസ്, എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഡേ 22, പിന്നെ വീക്ക് 4 വന്നു. വീക്ക് 4 വരുമ്പോൾ ട്രാൻസ്ഫോമേഴ്സും ഇൻഡക്ഷൻ മെഷീൻസും ആണ്, ഇൻഡക്ഷൻ മോട്ടോഴ്സും ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവാം. ഡേ 22 തൊട്ട് 23 വരെ സിംഗിൾ ഫേസ്, ത്രീ ഫേസ് ട്രാൻസ്ഫോമേഴ്സ്, അതിന്റെ പ്രിൻസിപ്പിൾ, വോൾട്ടേജ് റെഗുലേഷൻ കാര്യങ്ങൾ, ടെസ്റ്റ്, അതേപോലെ ലോസസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് കാര്യങ്ങളും ലോസസും. പിന്നെ ഡേ 24 എന്താ, ലേൺ അബൌട്ട് ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ദെയർ അപ്ലിക്കേഷൻസ് ആണ് ഡേ 24 നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവാം. ഡേ 25 ടു 26 വരെ ഫോക്കസ് ഓൺ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്, അതായത് പ്രിൻസിപ്പിൾസ്, അതുപോലെ ടോക്ക്, സ്പീഡ്, ക്യാര, അതേപോലെ സ്പീഡ് കൺട്രോൾ കാര്യങ്ങളൊക്കെയാണ് ഡേ 25 26 നമ്മൾ ഉണ്ടാവും. അതായത് മെത്തേഡ്സ് ഓഫ് ബ്രേക്കിംഗ്, ഇഫക്റ്റ് ഓഫ് വോൾട്ടേജ്, ഫ്രീക്വൻസി വേരിയേഷൻ ഓഫ് ടോർക്ക്, സ്പീഡ്, ക്യാര, അതൊക്കെയാണ് നമ്മൾ അതിൽ ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. പിന്നെ ഡേ 27 നമ്മൾ എന്ത് ചെയ്തു, ഫ്രാക്ഷൻ കിലോ വാട്ട് മോട്ടോഴ്സ് ആൻഡ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അതാണ് നമ്മൾ ഡേ 27 നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇതൊക്കെ എന്താ ഓരോ ആഴ്ച നിങ്ങൾ എന്താ സ്വാഭാവികമായിട്ട് അവിടെ വീക്ക്ലി റിവിഷൻ ഇമ്പോർട്ടന്റ് ആണ്. അത് ഓരോ 2 ദിവസം കഴിയുമ്പോൾ ഡെയിലി പഠിച്ച കാര്യങ്ങൾ അതായത് ദിവസങ്ങൾ റിവൈസ് ചെയ്യാം. അത് കൂടിയിട്ട് എന്ത് ചെയ്യാം, പിന്നെ 2 ദിവസം കൂടുമ്പോൾ അത് റിവൈസ് ചെയ്യുക എന്നുള്ളത് അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ 5-ാമത്തെ ആഴ്ചയിൽ നമ്മൾ എന്ത് ചെയ്തു, സിംഗ്ലസ് മെഷീൻസും പവർ സിസ്റ്റത്തിലേക്ക് നോക്കും. അപ്പൊ സിംഗ്ലസ് മെഷീൻസിലെ ഡേ 28 തൊട്ട് 30 വരെ 28, 29, 30 ദിവസങ്ങളിൽ അണ്ടർസ്റ്റാൻഡ് സിംഗ്ലസ് മെഷീൻസ്, ത്രീ ഫേസ് EMF, ആർമേച്ചർ റിയാക്ഷൻ, വോൾട്ടേജ് റിലേഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാണ്ടാവുക. ഓക്കെ. അതായത് ജനറേഷൻ ഓഫ് ത്രീ ഫേസ് EMF കാര്യങ്ങൾ, പിന്നെ ആർമേച്ചർ റിയാക്ഷൻ, അതേപോലെ തന്നെ വോൾട്ടേജ് റെഗുലേഷനും കാര്യങ്ങളും. പിന്നെന്താ, നമുക്കത് പാരലൽ ഓപ്പറേഷൻ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ 31 സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് സിംഗ്ലസ് മോട്ടോഴ്സ്. ഓക്കെ. അതുപോലെ പാരലൽ ഓപ്പറേഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക ഡേ 28, 29, 30 നമ്മൾ പഠിക്കുക പാരലൽ ഓപ്പറേഷൻ. അതേപോലെ അതായത് പാരലൽ ഓപ്പറേഷൻ ഓഫ് ടു ആൾട്ടർനേറ്റേഴ്സ്, അതുപോലെ സിംഗിൾ ആണെന്നും, അതുപോലെ കൺട്രോൾ ഓഫ് ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവർ കാര്യങ്ങൾ. ഇതൊക്കെ 28, 29, 30 ദിവസം നിങ്ങൾ പഠിക്കുക. അതായത് ജനറേഷൻ ഓഫ് ത്രീ ഫേസ് EMF, ആർമേച്ചർ റിയാക്ഷൻ, വോൾട്ടേജ് റെഗുലേഷൻ, അതേപോലെ കൺട്രോൾ ഓഫ് ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവർ, സിഗ്നലൈസിങ്, അതുപോലെ പാരലൽ ഓപ്പറേഷൻ ഓഫ് ആൾട്ടർനേറ്റേഴ്സ് കാര്യങ്ങൾ. പിന്നെന്താ,
പിന്നെ നമ്മൾ ഡേ 32 നമ്മൾ എന്താ പവർ സിസ്റ്റം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജനറേഷൻ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ. അതിലെന്താ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പവർ സ്റ്റേഷൻസ് ഉണ്ട്. അതേപോലെ ലോഡ് ഫാക്ടർ, ലേൺ അബൌട്ട് പവർ സ്റ്റേഷൻസ്, ഡിഫറെന്റ് ടൈപ്സ് അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ എന്ത് ലോഡ് ഫാക്ടർ, ഡൈവേഴ്സിറ്റി ഫാക്ടർ, പിന്നെ കോസ്റ്റ് ഓഫ് ജനറേഷൻ, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർ കണക്ഷൻസ് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. പവർ സ്റ്റേഷന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർ കണക്ഷൻസ് അതൊക്കെ എന്താ നമ്മൾ പഠിക്കുക. അതാണ് ഡേ 32-33. പിന്നെ 34 നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് സ്റ്റഡി പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് ആൻഡ് താരിഫ്. ഡിഫറെന്റ് പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റിന്റെ കാര്യങ്ങൾ, അതിന്റെ പിന്നെ നമ്മളെ താരിഫ്, വേരിയസ് ടൈപ്സ് ഓഫ് താരിഫ് ഉണ്ടല്ലോ, അതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വീക്ക് 6 നമ്മൾ ഡേ 35-36 കവർ ഫോൾട്ട് ടൈപ്സ്, അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോൾട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ് ഫോൾട്ട് ടൈപ്സ്. അതേപോലെ സ്വിച്ച് ഗിയറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത് ഡേ 35-36 നമ്മളോട് കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. വേരിയസ് ടൈപ്സ് ഓഫ് ഫോൾട്ട്, അതുപോലെ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഫോർ സിമെട്രിക്കൽ ഫോൾട്ട്സ് കാര്യങ്ങൾ, പിന്നെ നമ്മളെ സ്വിച്ച് ഗിയർ ആൻഡ് പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ. ഓക്കെ. പിന്നെ ഡേ 37 ലേൺ അബൌട്ട് ദ പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് വിച്ച് ഓൾസോ വിൽ എമേഴ്സ് സ്പേസ് പ്രൊട്ടക്ഷൻ, ലൈറ്റിംഗ് അറസ്റ്റേഴ്സ് കാര്യങ്ങൾ. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡേ 37 നിങ്ങൾ പഠിക്കുക. പിന്നെ ഡേ 38-39 സ്റ്റഡി ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്, പിന്നെ കേബിൾ ടൈപ്സ്, പിന്നെ എന്താ അതിന്റെ റേറ്റിംഗ്സ് കാര്യങ്ങൾ അല്ല, അതൊക്കെയാണ് എന്ത് ചെയ്തേക്കുന്നത് ഡേ 38-39 ദിവസങ്ങൾ പഠിക്കണം. ഇപ്പോൾ 30-39 പഠിക്കാൻ എത്രയും ദിവസം ആവശ്യമുണ്ടാവും. എനിക്ക് 37ന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം 38 നമ്മൾ ലൈറ്റിംഗ് അറസ്റ്റേഴ്സും അതേപോലെ പ്രൊട്ടക്ഷൻ ഓഫ് ഫീഡേഴ്സ്, ബസ് ബാർസ്, അതൊക്കെ എന്ത് ചെയ്യാം അതിന്റെ കൂടെ തന്നെ പഠിക്കാം. ഡേ 37-38 എടുത്തിട്ട് അത് പഠിക്കണം. 39 മാത്രം സ്റ്റഡി ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെങ്കിൽ കേബിൾ ടൈപ്സ് ആൻഡ് റേറ്റിംഗ്സിന്റെ രീതിയിൽ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് വന്നു. പിന്നെ യൂട്ടിലൈസേഷൻ ഓഫ് എനർജി. ഓക്കെ. ഡേ 40 ലേൺ അബൌട്ട് എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് ഫോർ ലൈറ്റിംഗ് സ്കീംസ് ആൻഡ് ഇൻസ്റ്റാളേഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അതായത് എസ്റ്റിമേഷൻ ഓഫ് ലൈറ്റിംഗ് സ്കീം, അതേപോലെ ഇലക്ട്രിക് ഇൻസ്റ്റാളേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് റിലവന്റ് ഐ എ റൂൾസ് നമ്മൾ എന്ത് ചെയ്തു ഡേ 41-42 ഇൻക്ലൂഡ് ചെയ്തു. അതായത് എർത്തിങ് പ്രാക്ടീസ് ഉണ്ടല്ലോ, അതും റൂൾസും കൂടിയിട്ട് എന്ത് ചെയ്യാം നമ്മളത് ഡേ 41-42 നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എർത്തിങ് ഉണ്ട്, അതൊക്കെ എന്താ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതുകൊണ്ടാണ് 41-42 ആക്കിയിരിക്കുന്നത്. അതേപോലെ റൂൾസും. പിന്നെ 43-44 യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജിയും, അതേപോലെ ഇലുമിനേഷൻ, ഹീറ്റിംഗ്, വെൽഡിങ് കാര്യങ്ങളൊക്കെ. ഇലുമിനേഷൻ, ഇലക്ട്രിക് ഹീറ്റിംഗ്, ഇലക്ട്രിക് വെൽഡിംഗ്, ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഇലക്ട്രിക് ഡ്രൈവ്സ് എല്ലാം വരുന്നുണ്ടാവും. അപ്പോൾ 45 എന്ത് ചെയ്യാം ഇലക്ട്രോ പ്ലേറ്റിംഗും ഇലക്ട്രിക് ഡ്രൈവ്സും അതുപോലെ മോട്ടോഴ്സിന്റെ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് അതിൽ ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ. പിന്നെ എന്താ 8ാമത്തെ വീക്കിൽ നമ്മള് ബേസിക് ഇലക്ട്രോണിക്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ബേസിക് ഇലക്ട്രോണിക്സിൽ വർക്കിംഗ് ഓഫ് വേരിയസ് ഇലക്ട്രോണിക് ഡിവൈസസ്, അതായത് പി എൻ ജംഗ്ഷൻ ഡയോഡ്, അതേപോലെ ട്രാൻസിസ്റ്റേഴ്സ്, NPN-I അല്ലെങ്കിൽ PNP, ഓക്കെ, പിന്നെ BJT, JFET, അതേപോലെ ആണ് ഉദ്ദേശിച്ചത്. അതൊക്കെയാണ് ഡേ 46-47. 48 പ്രാക്ടീസ് സിമ്പിൾ സർക്യൂട്ട്സ് യൂസിങ് ഇലക്ട്രോണിക് ഡിവൈസസ്. അപ്പൊ അതോടുകൂടി ആകുമ്പോൾ എന്താ നമ്മളവിടെ സിലബസ് അവിടെ 100% കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നത് ഇന്നിപ്പം 10ാം തീയതിയാണ് അല്ലെ. അപ്പൊ 10ാം തീയതി തൊട്ട് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മാർച്ചിലൊക്കെയാണ് എക്സാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്വാഭാവികമായിട്ട് ഒരു 50 ദിവസം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും അല്ലെ. അപ്പൊ മാർച്ച് 1 എന്നുള്ള രീതിയിലാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ എന്തായാലും മാർച്ച് 10 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഒരു 60 ദിവസം അവിടെ കിട്ടി. അപ്പൊ അതുകൊണ്ട് എന്താ 49 ദിവസം നിങ്ങൾ എന്താ വീക്ക് 1ലെ ടോപ്പിക്കുകളൊക്കെ എന്താ നിങ്ങൾ റിവൈസ് ചെയ്യുക. വീക്ക് 1 എന്ന് പറയുമ്പോൾ 1, 2, 3, 4 വരുന്നുണ്ടാവും അല്ലെ. അതായത് ബേസിക്സ് ആൻഡ് സർക്യൂട്ട് തിയറി. പിന്നെ എന്താ വീക്ക് 2 എന്ന് പറഞ്ഞാൽ AC സർക്യൂട്ട്സും മെഷർമെന്റ്സും. അതേപോലെ വീക്ക് 2 ടോപ്പിക്കുകൾ എന്താ 50ാമത്തെ ദിവസം നിങ്ങൾ റിവൈസ് ചെയ്യുക. 51ാം ദിവസം വീക്ക് 3യുടെ ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യുക. 52ാം ദിവസം വീക്ക് 4ന്റെ ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യുക. 53ാം ദിവസം വീക്ക് 5ന്റെ ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യാം. 54ാമത്തെ ദിവസം വീക്ക് 6ന്റെ ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യാം. 55ാമത്തെ ദിവസം വീക്ക് 7 ആൻഡ് 8, അതായത് എസ്റ്റിമേഷൻ കോസ്റ്റിംഗ്, യൂട്ടിലൈസേഷൻ, ഇലക്ട്രിക്കൽ എനർജി, ബേസിക് ഇലക്ട്രോണിക്സ് ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യാം. പിന്നെ 56 വരെ എന്താ ഫൈനൽ റിവിഷൻ എന്നുള്ള രീതിയിലും നിങ്ങൾ എന്താ റിവൈസ് ചെയ്യുക പോർഷൻസ്. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ രീതിയിൽ വേണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. ഇത് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ഒന്ന് സെറ്റ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ആഡ് ഓൺ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വീക്ക് ഏരിയ എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ സ്ട്രെസ് ചെയ്യാം. അതിലെ വെയിറ്റേജ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇത് അൾട്ടിമേറ്റ് ആയിട്ട് വേണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. ഇത് നമ്മളെ രീതിയിൽ ഒന്ന് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇതൊരു ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് 50 ദിവസം നിങ്ങൾക്ക് കിട്ടുന്നുള്ള ഒരു ധാരണയിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്.
അപ്പോൾ ഉണ്ടാകുന്ന 50 ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് എന്ത് കംപ്ലീറ്റ് ആയിട്ട് പോർഷൻസ് അവിടെ കവർ ചെയ്യുന്നുണ്ടാവും. പിന്നെ അത് കൂടാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ റിവിഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് 51 ദിവസം തൊട്ട് നമ്മൾ ആഡ് ആക്കി, 48 ദിവസം 49 ദിവസം തൊട്ട് നമ്മൾ ആഡ് ആക്കിയേക്കുന്നത്. അതുകൂടാണ്ട് നിങ്ങൾ എന്താ വീക്കിലി റിവിഷനും കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. അതുകൂടാണ്ട് എന്താ മോക്ക് എക്സാംസ് എന്തായാലും നിങ്ങൾ ചെയ്തേ മതിയാവുള്ളൂ. മോക്ക് എക്സാംസ് അതേപോലെ സബ്ജക്ട് വൈസ് എക്സാംസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.